നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. സോ എന്താണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ്? In most of the cases, contract would not be completed by the end of an accounting period. ഒരു അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുമ്പോൾ നോർമലി ഒരു കോൺട്രാക്റ്റ് അവസാനിക്കാറില്ല. Because contracts generally takes 2 or more years for the completion. Suppose a contract takes 3 years for completion. 3 വർഷമാണ് ഒരു കോൺട്രാക്റ്റ് പീരീഡ് എന്ന് വിചാരിക്കാം. Then at the end of the first year, contract is not completed, but contract account is required to be prepared. കോൺട്രാക്റ്റ് അവസാനിക്കില്ല, പക്ഷേ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർഡ് ചെയ്യേണ്ടി വരും. So the incomplete contract account is called work in progress. ഓക്കെ, സോ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ്. സോ ഇതിൽ നമ്മൾ പറയുന്ന സ്പെഷ്യൽ ടേംസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ്, എന്താണ് വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ് ആൻഡ് റിറ്റൻഷൻ മണി. സോ ആദ്യം വർക്ക് ഇൻ പ്രോഗ്രസ്. It is the unfinished contract at end of the accounting period, and it includes the amount of work certified and the amount of work uncertified. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അൺഫിനിഷ്ഡ് കോൺട്രാക്റ്റിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. സോ അതിൽ വർക്ക് അൺസർട്ടിഫൈഡും വർക്ക് സർട്ടിഫൈഡും പെടുന്നു. എന്താണ് വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ് നമ്മളിനി പറയാൻ പോകുന്നു. Work in progress is an asset shown in the balance sheet by deducting there from any advance received from the contractee. കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസിൽ നിന്നും നമ്മൾ ബാലൻസ് ഷീറ്റിൽ കുറച്ച് കാണിക്കുന്ന ഒരു ഐറ്റമാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും നോക്കാം. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the sales value of the work completed as certified by the architect is known as work certified. അതായത് എത്രയാണോ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, ആ കംപ്ലീറ്റ് ചെയ്തത് ഒരു ആർക്കിടെക്ചർ സർട്ടിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ചെയ്ത പോർഷൻ, അതായത് സെയിൽസ് വാല്യൂ ഓഫ് ദി വർക്ക് completed as certified by the architect is known as work certified. In the case of contracts of long duration, the amount payable by the customer to the contractor is based on the sales value of the work done as certified by the architect. അതായത് കോൺട്രാക്റ്റിൻ്റെ ഒക്കെ കേസിൽ എപ്പോഴാണ് അതിന് ക്യാഷ് കൊടുക്കുക, അതിൻ്റെ സെയിൽസ് വാല്യൂ എപ്പോഴാണ് കൊടുക്കുക, കോൺട്രാക്റ്റിൻ്റെ എമൗണ്ട് കൊടുക്കുക, ഒരു ആർക്കിടെക്ചർ എത്രയാണോ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത് സർട്ടിഫൈ ചെയ്യും. അസസ് ചെയ്തതിന് ശേഷം സർട്ടിഫൈ ചെയ്യും. ആ സർട്ടിഫൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എമൗണ്ട് കൊടുക്കുക, ഒരു കസ്റ്റമർ കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാം. So at the end of the financial year, total sales value of the work done and certified by the architect is credited to the contract account. So എത്രയാണോ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതും അതേപോലെ തന്നെ എത്രയാണ് വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ എന്താണ് ആർക്കിടെക്ചർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് ഒക്കെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ അത് അവസാനിച്ചിട്ടുണ്ടാവില്ല, അക്കൗണ്ടിങ് ഇയറിൽ അത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. സോ വർക്ക് ഇൻ പ്രോഗ്രസ് ആണത്. സോ അങ്ങനെ കംപ്ലീറ്റ് ആവാത്ത വർക്ക്, പക്ഷേ എത്ര പോർഷനാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്ന് ഒരു ആർക്കിടെക്ചർ സർട്ടിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്നുള്ളത് നോക്കാം. It means the work that has been carried out by the contractor but has not been certified by the architect. അതായത് ഓൾറെഡി കോൺട്രാക്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വർക്കാണ്, പക്ഷേ ആർക്കിടെക്ചർ അത് സർട്ടിഫൈ ചെയ്തിട്ടില്ല. സംടൈംസ് വർക്ക് ദാറ്റ് ഈസ് കംപ്ലീറ്റ് റിമെയിൻസ് അൺസർട്ടിഫൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ചില പോർഷൻ ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഒരു ആർക്കിടെക്ചർ സർട്ടിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പോർഷനെ കംപ്ലീറ്റഡ് വർക്കാണ്, പക്ഷേ എന്നിട്ടും അതിന് സർട്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ആൻഡ് ക്രെഡിറ്റഡ് ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്. അങ്ങനെ വർക്ക് അൺസർട്ടിഫൈഡ് പോർഷനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യും. കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വർക്ക് നോട്ട് സഫിഷ്യൻറ്റ് ഇനഫ് ടു ബി സർട്ടിഫൈഡ്. സർട്ടിഫൈ ചെയ്യാൻ മാത്രം അത് കംപ്ലീറ്റഡ് പോർഷനിലേക്ക് എത്തിയിട്ടില്ല, അതായിരിക്കാം ഒരു റീസൺ. അല്ലെങ്കിൽ വർക്ക് ഹാസ് നോട്ട് റീച്ച്ഡ് സ്റ്റിപ്പുലേറ്റഡ് സ്റ്റേജ് ടു ക്വാളിഫൈ ഫോർ സർട്ടിഫിക്കേഷൻ. സർട്ടിഫൈ ചെയ്യാനുള്ള ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഈ രണ്ട് റീസൺ കൊണ്ട് ഒന്നുകിൽ നോട്ട് സഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഈ രണ്ട് കാരണങ്ങളാൽ ആർക്കിടെക്ചർ അതിനെ സർട്ടിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ ഓൾറെഡി ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എന്നിട്ടും അതിനെ സർട്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ
എങ്കിൽ അതിനെയാണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ആണ് റിറ്റൻഷൻ മണി. When a contract provides for the progress payment, it is laid down that a certain percentage of the contract price or value certified will be withheld for a specified period of time as retention money. അതായത് ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇടയ്ക്ക് എന്ത് കൊടുക്കാം, അഡ്വാൻസ് മണി പേ ചെയ്യാം. ഓക്കെ, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ്, ഇപ്പോൾ ആർക്കിടെക്ചർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഇത്ര പോർഷൻ കംപ്ലീറ്റ് ആയി എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മാറ്റിവെക്കും. ആ മാറ്റിവെക്കുന്നതിനെയാണ് റിറ്റൻഷൻ മണി എന്ന് പറയുന്നത്. സോ ദിസ് മണി വിൽ ബി പെയ്ഡ് ഓൺലി ഓൺ ദ സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് ദി കോൺട്രാക്ട്. അതായത് അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, കസ്റ്റമർ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. എപ്പോഴാണോ ഈ കോൺട്രാക്റ്റ് സാറ്റിസ്ഫാക്ടറി കംപ്ലീറ്റ് ആകുന്നത് ആ സമയത്ത്, അതായത് ആൻഡ് ഓൾ ഡിഫക്ട്സ് ഇൻ ദ വർക്ക് ഹാർ സെറ്റ് റൈറ്റ്ഫുള്ളി, കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എല്ലാ ഡിഫക്ട്സുകളും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ മണി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ വാരി ഫ്രം 10 to 20% ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെപ്യൂട്ടേഷൻ ഫോർ ദ റിലയബിലിറ്റി ഓഫ് ദി കോൺട്രാക്ടർ. കോൺട്രാക്ടറുടെ റിലയബിലിറ്റിക്ക് അനുസരിച്ച്, അതായത് റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ റിലയബിലിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്ടർ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ അത്രയധികം മണി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കോൺട്രാക്ടർ നമുക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അത്രയധികം റെപ്യൂട്ടഡ് അല്ലാത്തൊരു കോൺട്രാക്ടർ ആണെങ്കിൽ നമുക്ക് അവിടെ സേഫ്റ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, കസ്റ്റമർ ഫുൾ എമൗണ്ട് കൊടുക്കാതെ ഒരു 10 to 20% വരെ എന്ത് ചെയ്യുന്നു, മാറ്റി വയ്ക്കുന്നു. അതിനെയാണ് റിറ്റൻഷൻ മണി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ മാറ്റിവെക്കുന്നതിൻ്റെ റീസൺ? ദിസ് ഇസ് ബിക്കോസ് ദ ഫാക്ട് ദാറ്റ് ദ കോൺട്രാക്റ്റി ഹാസ് ടു സേഫ് ഗാർഡ് ഹിംസെൽഫ് against any contingency arising from the non-fulfillment of the terms of the contract by the contractor. In case കോൺട്രാക്ടർക്ക് എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയുക കണ്ടിജൻസി വരികയാണ്, ഇത് ഫുൾഫിൽ ചെയ്യാതെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അതിലേക്കുള്ളൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഈ റിറ്റൻഷൻ മണിയെ മാറ്റിവെക്കുന്നത്. സോ ദ അൺപെയ്ഡ് ബാലൻസ് ഓഫ് ദ വർക്ക് സർട്ടിഫൈഡ് or the amount held back or retained by the contractor is known as retention money. So എന്താണ് റിറ്റൻഷൻ മണി? ഈ വർക്ക് സർട്ടിഫൈഡിലെ അൺപെയ്ഡ് ബാലൻസ്, വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ടറുടെ വർക്ക് ഒരു ആർക്കിടെക്ചർ അസസ് ചെയ്യാണ്, ഇത്ര പെർസെൻറ്റേജ് വർക്ക് കംപ്ലീറ്റ് ആയി. സോ ഇപ്പോൾ സപ്പോസ് 40% വർക്ക് കംപ്ലീറ്റ് ആയി, സോ 40%ൻ്റെ എമൗണ്ട് കൊടുക്കാം എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് വയ്ക്കുന്നു, അൺപെയ്ഡ് ആയിട്ട് വയ്ക്കുന്നു. അതിനെയാണ് റിറ്റൻഷൻ മണി എന്ന് പറയുന്നത്. അതായത് എമൗണ്ട് ഹെൽഡ് ബാക്ക് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ബൈ ദി കോൺട്രാക്റ്റിയെയാണ് റിറ്റൻഷൻ മണി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ സ്പെഷ്യൽ ടേംസ് വിത്ത് റിഗാർഡ്സ് ടു കോൺട്രാക്റ്റ്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ്. എന്താണ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ്? Contracts which are started and finished during the same financial year create no accounting problems. ഒരേ ഫിനാൻഷ്യൽ, നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിലെ പോലെ ആ ഫിനാൻഷ്യൽ ഇയറിൽ തുടങ്ങി അതേ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് കോൺട്രാക്ട്സ് വിച്ച് ആർ ടേക്കൻ മോർ ദാൻ 1 year to complete, so a problem arises whether the profits on such contracts should be worked out only on the completion of the contract or at the end of the financial year on the partly completed work. അതായത് എന്താണ് അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് പോർഷന് ചെയ്യേണ്ടത്? കാരണം ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് സെയിൽസ് വാല്യൂ. കോൺട്രാക്ടർക്ക് കിട്ടുന്ന സെയിൽസ് വാല്യൂ എത്രയാണോ എമൗണ്ട്, അതും അവർക്ക് വരുന്ന എക്സ്പെൻസസുകളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഈ പ്രോഫിറ്റിനെ നമ്മൾ ലാസ്റ്റ് ഇയർ വരെ എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുവരെ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ അഡ്ജസ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ ആയിട്ടുള്ള പ്രോബ്ലം എറൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇഫ് ദ പ്രോഫിറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺലി ഓൺ ദ കംപ്ലീഷൻ of the contract, profit will be high in the year of completion of the contract. ഇപ്പോൾ സപ്പോസ് നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രോഫിറ്റ് ലാസ്റ്റ് എപ്പോഴാണോ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്, സപ്പോസ് 3 years ആണ് കോൺട്രാക്റ്റ് പീരീഡ് എങ്കിൽ 3ാമത്തെ വർഷമാണ് നമ്മൾ ആ പ്രോഫിറ്റിനെ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ 3ാമത്തെ വർഷം നമ്മളുടെ പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് whereas the other years of working on the contract profit will be nil. മറ്റുള്ള വർഷങ്ങളിൽ എന്തായിരിക്കും, പ്രോഫിറ്റ് ഇല്ല, നില്ലായിരിക്കും.
ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ദ പ്രോഫിറ്റ് അപ്പോൺ ദ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അതിനെയാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോഷണൽ പ്രോഫിറ്റ്. സോ എങ്ങനെയാണ് നമ്മൾ എന്താണ് നോഷണൽ പ്രോഫിറ്റ്? ഇറ്റ് ഈസ് പിന്നെ ഡിസൈറബിൾ ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് എ റീസണബിൾ പ്രൊപ്പോർഷൻ ഓഫ് ദ നോഷണൽ പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട്. ഓരോ ഇയറും അവസാനിക്കുമ്പോൾ ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ പ്രോഫിറ്റായിട്ട് മാറ്റി വയ്ക്കണം. അതിനെയാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോഷണൽ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫൈനൽ. അതുകൊണ്ടാണ് ഇതിനെ നോഷണൽ പ്രോഫിറ്റ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് പിന്നെ കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് നോഷണൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. എങ്ങനെയാണ് നോഷണൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? വാല്യൂ ഓഫ് ദി വർക്ക് അൺസർട്ടിഫൈഡ്. വാല്യൂ ഓഫ് ദി വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ ഒരു ആർക്കിടെക്ചർ എത്രയാണോ അതിൻ്റെ ആ വർക്ക് പോർഷൻ കഴിഞ്ഞിട്ടുള്ളത് അതാണ് വാല്യൂ ഓഫ് ദി വർക്ക് സർട്ടിഫൈഡ്. ആഡ് കോസ്റ്റ് ഓഫ് ദി വർക്ക് നോട്ട് യെറ്റ് സർട്ടിഫൈഡ്. അതായത് വാല്യൂ ഓഫ് ദി വർക്ക് അൺസർട്ടിഫൈഡ്. സപ്പോസ് 40% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആർക്കിടെക്ചർ നോക്കിയപ്പോൾ അയാൾ 32% വർക്കിനെ മാത്രമേ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 8% വർക്ക് എന്താണ്? അൺസർട്ടിഫൈഡ് പോർഷനാണ്. പക്ഷേ ഇത് രണ്ടും എന്താണ്? ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഓക്കെ. അപ്പോൾ ഈ വാല്യൂ ഓഫ് ദ വർക്ക് സർട്ടിഫൈഡിനോട് കൂടെ കോസ്റ്റ് ഓഫ് ദി വർക്ക് നോട്ട് യെറ്റ് സർട്ടിഫൈഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ഫിഗർ കിട്ടും. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ദ വർക്ക് ടു ഡേറ്റ്, നമ്മൾ ഈ ഡേറ്റിന് വരെയുള്ള കോസ്റ്റ് എത്രയാണോ കോസ്റ്റ് വന്നിരിക്കുന്നത്, ഈ ഇന്നത്തെ എപ്പോഴാണോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ദിവസം വരെയുള്ള കോസ്റ്റ് എത്രയാണ്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇത് ഒരു വഴി. അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പ്രൈസ്, എത്രയാണോ കോൺട്രാക്റ്റ് പ്രൈസ് അതിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് ഓൾറെഡി ഇൻകേർഡ്, ഇതുവരെ നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ കുറയ്ക്കുന്നു. ദെൻ അതിൽ നിന്നും എസ്റ്റിമേറ്റഡ് അഡീഷണൽ കോസ്റ്റ് ടു കംപ്ലീറ്റ് ദ കോൺട്രാക്റ്റ്. ഇനി എത്രയാണ് കോസ്റ്റ് വരാൻ സാധ്യതയുള്ളത് അതും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് വഴികളിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോഷണൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. Then computation of the portion of the notional profit. എത്ര പോർഷനാണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദ പോർഷൻ ഓഫ് ദ നോഷണൽ ഓർ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്. അതായത് നമ്മൾ എത്ര പോർഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്, നോഷണൽ പ്രോഫിറ്റിൻ്റെ എത്ര % നമ്മൾ നോഷണൽ പ്രോഫിറ്റിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റേജസ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്. എത്രയാണ്, ഏത് സ്റ്റേജ് വരെ കഴിഞ്ഞു, ഇപ്പോൾ കാൽ ഭാഗമാണോ കഴിഞ്ഞത്, അല്ലെങ്കിൽ അരഭാഗം, ഏതെങ്കിലും ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഏതാണോ സ്റ്റേജ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എത്ര പോർഷനാണ് നോഷണൽ പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ. സോ പ്രൂഡൻസ് റിക്വയർസ് ദാറ്റ് ദ ടോട്ടൽ നോഷണൽ പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, but a portion of it should be withheld as a reserve to meet any future contingencies, future expenses or contingencies. Okay, so നമ്മൾ പറഞ്ഞു റിസർവിൻ്റെ റിറ്റൻഷൻ മണിയുടെ കാര്യം പറഞ്ഞു. അതായത് ഓരോ വർഷവും നമ്മളിപ്പോൾ നോഷണൽ പ്രോഫിറ്റാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ 3 വർഷത്തെയാണ് കോൺട്രാക്റ്റ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവില്ല. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അതിന് എത്രയാണ് ഏകദേശം പ്രോഫിറ്റ് വന്നത് എന്നുള്ള നോഷണൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കും. ഈ നോഷണൽ പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തിലേക്ക് മാറ്റില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റില്ല. അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ എന്താക്കി മാറ്റുന്നു, റിസർവ് ആക്കിയിട്ട് കീപ്പ് ചെയ്യും, അതായത് റിറ്റൻഷൻ മണി ആയിട്ട് മാറ്റിവെക്കും. പക്ഷേ ഈ ഡിസിഷനൊക്കെ എടുക്കുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്, ഏതാണ് നമ്മളുടെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഡിസിഷൻ എടുക്കുന്നത്. ഇതൊന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും ഈ കേസ് 1, കേസ് 2, കേസ് 3 ഡിസ്കസ് ചെയ്യുമ്പോൾ. സോ കേസ് 1 നോക്കാം. വെൻ ദ വർക്ക് സർട്ടിഫൈഡ് ഈസ് ലെസ് ദാൻ 1/4 ഓഫ് ദ കോൺട്രാക്റ്റ് പ്രൈസ്. അതായത് നോക്കുക, വെൻ ദ വർക്ക് സർട്ടിഫൈഡ്, ആർക്കിടെക്ചർ എത്ര പോർഷനാണോ കംപ്ലീറ്റ് ആയി എന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് അത് ഈസ് ലെസ് ദാൻ 1/4 ഓഫ് ദി കോൺട്രാക്റ്റ് പ്രൈസ്.
അതായത് കോൺട്രാക്റ്റ് പ്രൈസ് സപ്പോസ് 1,00,000 ആണെന്ന് വിചാരിക്കാം. 1,00,000-ൻ്റെ 1/4, അതായത് 25,000 പോർഷൻ്റെ 25,000-നേക്കാളും താഴെ മാത്രമാണ് വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അതായത് കാൽഭാഗത്തിനും താഴെ മാത്രമാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നോ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റാനായിട്ടില്ല. നമ്മൾ അതെന്താണ്, ഏകദേശം കാൽഭാഗം പോലും ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു എമൗണ്ട് പോലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റില്ല. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് നോ പ്രോഫിറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അൺലെസ് ദ കോൺട്രാക്റ്റ് ഹാസ് റീസണബിളി അഡ്വാൻസ്ഡ്. അതായത് അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു പ്രോഫിറ്റും ഉണ്ടാവില്ല. കോൺട്രാക്റ്റ് ആക്ച്വലി നമ്മൾ എന്താ പറയുക, റീസണബിളി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീസണബിളി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ ഒരു തിയറി ബേസ് ചെയ്യുന്ന ഈ കേസ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ 1/4 താഴെയാണ് നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നോ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്കി മാറ്റില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക, ഇതിനെ കംപ്ലീറ്റ് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇതിനെ കംപ്ലീറ്റ് എന്താക്കി, റിസർവ് അല്ലെങ്കിൽ റിറ്റൻഷൻ മണി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇനി കേസ് 2 നോക്കുക. കേസ് 2, when work certified is 1/4 or more, 1/4-നേക്കാളും കൂടുതലാണ്, ബട്ട് ലെസ് ദാൻ 1/2 ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ്. കോൺട്രാക്ട് പ്രൈസിൻ്റെ അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 1,00,000-ൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു 35,000 ആണെന്ന് വിചാരിക്കാം. 35,000 പോർഷനാണ് വർക്ക് സർട്ടിഫൈഡ് എങ്കിൽ 1,00,000-ൻ്റെ 1/4-നേക്കാളും കൂടുതലാണ്, എന്നാൽ അരഭാഗം ആയിട്ടില്ല, 50,000 ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനറലി 1/3 ഓഫ് ദ പ്രോഫിറ്റ്, ഈ കോൺട്രാക്റ്റിൻ്റെ മൊത്തം എമൗണ്ട് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോഫിറ്റിൻ്റെ. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റും സെയിൽസ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഈ നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 ഭാഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ബാക്കി 2/3 ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് റിസർവ്. Okay, thus the profit to be transferred to profit and loss account is equal to notional profit ആണ്, notional profit into 1/3 into cash received divided by work certified. എത്രയാണോ വർക്ക് സർട്ടിഫൈഡ് അതിൽ എത്രയാണ് ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത്. വർക്ക് സർട്ടിഫൈഡിലും ഒരു നിശ്ചിത ശതമാനം മാത്രമേ ക്യാഷ് റിസീവ് ചെയ്യുള്ളൂ. ഈ ക്യാഷ് റിസീവ് ചെയ്തതിൻ്റെ ഇൻറ്റു 1/3 ഇൻറ്റു നാഷണൽ പ്രോഫിറ്റ്. ഈ ഒരു പ്രൊപ്പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ബാക്കിയുള്ളത് കംപ്ലീറ്റ് 2/3 പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആകും. ഇനി മൂന്നാമത്തെ കേസ് നോക്കുക. വെൻ ദ വർക്ക് സർട്ടിഫൈഡ് ഈസ് ഹാഫ്, 50% വർക്കും കംപ്ലീറ്റ് ആയി, ഓർ മോർ, 50% കൂടുതലായി. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോൾ 75,000 ആയി എന്ന് വിചാരിക്കുക. അതായത് 50% കൂടുതലാണ്, ബട്ട് ലെസ് ദാൻ 90% ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ്. 90,000-നേക്കാളും താഴെയാണ്. കാരണം 90%, 1,00,000-ൻ്റെ 90% 90,000, അതിനേക്കാളും താഴെയാണ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഈസ് നോഷണൽ പ്രോഫിറ്റ്. ഇവിടെ നാഷണൽ അല്ല, നോഷണലാണ്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഈ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം കംപ്ലീറ്റ് വർക്ക് സർട്ടിഫൈഡിൻ്റെ അല്ല, വർക്ക് സർട്ടിഫൈഡിൻ്റെ എത്ര പോർഷനാണോ ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ എടുത്തിട്ട് അതിൻ്റെയാണ് 2/3 എടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ 2/3 പോർഷൻ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ജസ്റ്റ് എ മിനിറ്റ്, sorry for the disturbance. So 2/3 portions cash received divided by work certified into 2/3. അതാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ബാക്കിയുള്ള 1/3 പോർഷൻ നമ്മൾ എന്താക്കി മാറ്റുന്നു, റിസർവ് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് ഈ 3 സിറ്റുവേഷൻസ്. സോ നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നോഷണൽ പ്രോഫിറ്റിൻ്റെ ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിൻ്റെ കേസിൽ
നോഷണൽ പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദി കോൺട്രാക്ട്. സപ്പോസ് ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ് ലെസ് ദാൻ 1/4, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോ എമൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഒന്നും മാറ്റി വെക്കില്ല, പക്ഷേ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ആയിട്ട്, അതായത് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി കേസ് 2-ൽ 1/4-നേക്കാളും കൂടുതലാണ്, എന്നാൽ 1/2-നേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 1/3 പോർഷൻ ഓഫ് ദി നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്, അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. റിമൈനിങ് പോർഷൻ ആണ് റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി കേസ് 3 ആണെന്നുണ്ടെങ്കിലോ, അവിടെ 75%-നേക്കാളും അതായത് ഹാഫ് പോർഷനേക്കാളും കൂടുതലാണ്, പക്ഷേ പിന്നെ എന്തായിട്ടില്ല, 90%-നേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 2/3 പോർഷൻ 2/3 പോർഷനായാണ് നമ്മൾ എന്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ഓക്കെ, സോ ഇതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് പിന്നെ പ്രൊപ്പോർഷൻ ഓഫ് സച്ച് പ്രോഫിറ്റ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഓക്കെ, സോ ഇതാണ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് അക്കൗണ്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ലോസ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ്. ലോസ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ്, സപ്പോസ് ദ ലോസ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് വെൻ ദ ഡെബിറ്റ് സൈഡ് എക്സീഡ്സ് ക്രെഡിറ്റ് സൈഡ്. സപ്പോസ് നമ്മുടെ കോസ്റ്റാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫുള്ളി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, എല്ലാ എമൗണ്ട് എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അവിടെ നമുക്ക് റിസർവ് ആക്കി വെക്കാനില്ല, കാരണം എന്താണ്? ലോസ് ആണ്. എ സ്പെസിമെൻ ഫോം ഓഫ് ദി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് ഗിവൺ ബിലോ. ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ലോസ്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് ലോസ് വരുമ്പോൾ ഉള്ള അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? മെറ്റീരിയൽസ്, ലേബർ, പ്ലാന്റ്, ഓവർഹെഡ്, ദെൻ കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ്, മെറ്റീരിയൽ റിട്ടേൺഡ്, മെറ്റീരിയൽസ് ലൈങ് അറ്റ് സൈറ്റ്, പ്ലാന്റ് ലെസ് ഡിപ്രീസിയേഷൻ. സോ ഇത്രയും എമൗണ്ടുകളാണ് നമ്മളുടെ എന്ത് വരുന്നത്? ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഡെബിറ്റ് സൈഡിൽ ഇത്രയും എമൗണ്ടാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ നോഷണൽ പ്രോഫിറ്റ് ബാലൻസിങ് ഫിഗറായിട്ട് വന്നു. ഈ നോഷണൽ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു, ബാക്കിയുള്ളതിനെ റിസർവായിട്ടും മാറ്റി വയ്ക്കുന്നു. ഓക്കെ, ഇത് പ്രോഫിറ്റാണ്, കാരണം ക്രെഡിറ്റ് സൈഡിൽ കൂടുതലാണ്, ഡെബിറ്റ് സൈഡ് കുറവാണ്, അതുകൊണ്ട് ഇത് പ്രോഫിറ്റാണ്. സോ ഇറ്റ് ഈസ് നോഷണൽ പ്രോഫിറ്റ്. ഈ നോഷണൽ പ്രോഫിറ്റിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന് 2 പോർഷനായിട്ട് മാറ്റുന്നു. ഒന്ന് പിന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഒരു പോർഷനും മറ്റേത് റിസർവായിട്ട് മാറ്റി വയ്ക്കുന്ന മറ്റേ പോർഷനും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ഉണ്ടാവുക. സോ നമുക്കത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ.